നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ്. വിഷ്ണു നമ്മളൊപ്പമുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഉത്തരം പറയാൻ ഞാനിവിടെ ഉണ്ട്. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നാളെ മാർക്കറ്റിങ്ങിന് തുടങ്ങും എന്നതിന്റെ മുമ്പേ ഇന്നലെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാരിഫ് പ്രശ്നമൊക്കെ വന്ന്. അതിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഇന്ത്യക്ക് ടാരിഫ് ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് ടാരിഫ് ഇല്ല എന്നതാണ് കാര്യം. ടാരിഫ് പ്രശ്നങ്ങളൊക്കെ മൂടി മറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ബോംബ് ഇടാനും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. എന്നതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ കണ്ടിന്യൂസ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ കാരണം ഇന്നലെ നൈറ്റ് ബോംബ് ഇട്ടാ ഇല്ല എന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നടന്നിരിക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നാളെ സംസാരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്ലൈമർ ആണ് സർ. ഇമ്പോർട്ടന്റ് കാര്യം വന്ന് സർ, ഈ സെപ്റ്റംബർ 2024 ഫിഫ്റ്റി വന്നിട്ട് 26,178. അതെ, ഹയസ്റ്റ് സർ. 2024 സർ 2024 സെപ്റ്റംബർ സർ. ഇപ്പോൾ എത്ര മാസമായി? ഓ Jan 3rd 2026 6,300 തൊപ്പിയിരിക്കുന്നു സർ. ഇപ്പോൾ താഴെ ഇറങ്ങിയിരിക്കുന്നു ഇൻട്രാഡേ, അത് ക്ലോസിംഗ്. അതെ, ക്ലോസിംഗ്. സിംഗിനും ഇൻട്രാഡേക്കും ഡിഫറൻസ് ഇരിക്കുന്നു. ഞങ്ങളൊരു നമ്പർ പറയുന്നപ്പോൾ കുറച്ചെങ്കിലും സപ്പോർട്ടീവായിട്ട് ഒരു നമ്പർ പറയാനല്ലോ. 26,178 ക്ലോസിംഗ് ഉടച്ചില്ല. അതെ. ഇപ്പൊ ഞാൻ അടുത്ത കാര്യത്തിന് വരുന്നു സർ. ബാങ്ക് നിഫ്റ്റി 2024 അതേ സെപ്റ്റംബറിൽ 54,000, 2026 60,000. ഫ്രണ്ട്സ് നോക്ക് സർ, നിഫ്റ്റിക്കും ഇതിനും 0.50% കൂടെ ഇല്ല. ബാങ്ക് നിഫ്റ്റി അറൌണ്ട് 10% കയറിയിരിക്കുന്നു, 11% കയറിയിരിക്കുന്നു. 11% ഇല്ലാതെ ഇത് ഫ്ലാറ്റ് ആയിരിക്കുവാണെങ്കിൽ നിന്റെ നിഫ്റ്റി എന്തായിരിക്കും? ഇതെല്ലാം ചോദിക്കാൻ വരുന്നു സർ. ആദ്യം അടുത്ത് ബാങ്ക് നിഫ്റ്റി കയറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായി നിഫ്റ്റി കയറണമല്ലോ. സാർ, പക്ഷെ മറ്റതൊക്കെ വിടുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് നിഫ്റ്റി കയറ്റുന്നു. ആണെങ്കിൽ സ്ഥിതിയെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ഈ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ഇരിക്കുന്ന സ്റ്റോക്കിനെ മാത്രം വാങ്ങിയാൽ മതിയല്ലോ. തന്നെ നമ്മളടുത്ത് ഇരിക്കുന്നല്ലോ, ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് തള്ളി റിമൈനിങ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നല്ലോ. നിങ്ങൾ പറയുന്ന നോക്കുമ്പോൾ ഇതിന്റെ ബാങ്കിന്റെ വെയിറ്റേജ് ഒന്നൊരു 15% ഇരിക്കുന്നു. 35 15 ബാങ്ക്സിന്റെ അടുത്ത് അറൗണ്ട് ഇരിക്കുന്നു. ഇതിൽ 35, അതായത് ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു നാട്ടിന്റെ എക്കോണമിയെ മെഷർ ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ എക്കോണമിയിൽ 35% ബാങ്കാ. എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫ്രീ ഫ്ലോട്ട് കാൽക്കുലേഷനാണ് ഈ പ്രോബ്ലം. ഇപ്പോൾ TCSൽ വന്ന് നിങ്ങൾ ഫുൾ TCS എടുക്കത്തില്ല, 28% ഓഫ് TCS തന്നെ എടുക്കും, 28% ഓഫ് വിപ്രോ തന്നെ എടുക്കും. ബാങ്കിൽ ഒരു ഓണർ 10% മുകളിൽ വച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന കാരണത്താൽ ദി പെർസെൻറ്റേജ് ഓഫ് ദാറ്റ് വിൽ ബി ഇൻ കാൽക്കുലേഷൻ ഓഫ് വെയിറ്റേജ്. അതെ, ഓഫ് വെയിറ്റേജ്. അപ്പോൾ നോക്കുവാണെങ്കിൽ കോട്ടത്തിൽ കൂടെ 74 ഇരിക്കും. ആർട്ടിഫിഷ്യലിയാ ഇതിൽ ബാങ്ക് നിഫ്റ്റി വയ്ക്കുവാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിരിക്കുന്നതാണ്. അതിപ്പോ എന്റെ സംശയം എന്തെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇത്രയും ദൂരം ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാശിനകത്ത് പമ്പ് ചെയ്യാനൊന്നായി അതിലെ മര്യാദയ്ക്ക് നിഫ്റ്റിയിൽ ചെയ്താൽ മതിയല്ലേ സാർ? ബാങ്ക് നിഫ്റ്റി ഈസി അല്ലേ, സേഫർ അല്ലേ, അതാണ്. ഓക്കെ സാർ, ഇപ്പോൾ ഞങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യണം സാർ? നിഫ്റ്റി 50 കാട്ടിലും ഇത് വളരെ സേഫർ ബെറ്റ് ആയിട്ടാണ് തോന്നുന്നു. വിളുന്നതിന്റെ ശേഷം എനിക്ക് 10% റിട്ടേൺ കിട്ടിയിരിക്കുന്നു എന്നത് എന്റെ ഒരു തോട്ട്. ഞാൻ ഒരു കാര്യം പറയാം, ആ പീരീഡ് ഗോൾഡ് എത്രയും പോയിരിക്കുന്നതെന്ന് നോക്കിയോ? ഗോൾഡ് നോക്കുവാണെങ്കിൽ എനിക്ക് മനസ്സ് വേദനിക്കിട്ട് കുഴപ്പമില്ല. അവിടെ തന്നെയല്ലോ പോയ വർഷം മൊത്തം ചേർത്ത് 100% കയറിയല്ലോ സാർ. ഇവിടെ ഒരു 5,000 ഇരുന്നെന്ന് വെച്ചോ, $5,000 പറയുന്നു അല്ലേ? ഗൂഗിൾ എവിടെ ഇരുന്നതെന്ന് നോക്ക്, എവിടെ ഇരിക്കുന്നതെന്ന് നോക്ക്. ഒക്കെ വന്ന് ഈ ഗോൾഡ്, നിക്കി, പിന്നെ ടൊയോട്ട, ഇതൊക്കെ എന്ത് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡോളർ വീഴുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഈ മന്ത്സിൽ ഒരു ഡോളർ 7 രൂപ 8 രൂപ വിളിഞ്ഞിരിക്കും. 8 രൂപയുടെ ബെനിഫിറ്റും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. പോലത്തെ ഒരു വീക്ക് മാർക്കറ്റിൽ വന്നിട്ട് വെളിനാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമാണ് നല്ലത്. അതല്ലാതെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇല്ല. ഇത് എന്തുകൊണ്ട് ചോദിച്ചെന്ന് വെച്ചാൽ നിഫ്റ്റി 50യിൽ ബേസ് ഓവർ ഇൻവെസ്റ്റ്, അതെ മെയിൻലി ഗോൾഡ്. ഞാൻ അത് ചോദിച്ചില്ല സാർ. നിഫ്റ്റി ബാങ്കിന് ചോദിച്ച കാരണം ഇനി അതിൽ ബെറ്ററായി റിട്ടേൺ കൊടുക്കുന്ന കാരണം അതിൽ ഇരിക്കാമ എന്ന് ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റിലും ഇരിക്കാം, ഗോൾഡിലും ഇരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു? നിങ്ങൾ പറയുന്നത് മാസം 50,000 ഇടണം എന്ന് പറയുന്നു. 5 ലക്ഷം കൂടെ ഇടാം. അങ്ങനെയും പറയുന്ന അങ്ങനെയും ഒരു ചാൻസ് ഇരിക്കുന്ന സാർ. ഞങ്ങൾ എന്ത് വിചാരിച്ചാൽ മാസം 50,000 ഇടണമെന്ന് വിചാരിച്ചു. 5 ലക്ഷം രൂപ കയ്യിൽ വെച്ചിരിക്കുവാണെങ്കിൽ 4 മാസം മുതൽ നീ പിരിച്ചു കൂടെ ഇടാം. സാർ അടുത്തത് സൈഡസ്. ഇതാ വെച്ചോ, മാർക്കറ്റ് മൂവർ പുതിയതായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. സീരീസ് ഓഫ് മരുന്ന് വച്ചിരിക്കുന്നു. മാസത്തിന് ഒരു പ്രാവശ്യം ഇല്ല 3 മാസത്തെ ഒരു പ്രാവശ്യം മരുന്ന് കണ്ടുപിടിക്കാം, റിലീസ് ചെയ്യാം. കണ്ടുപിടിക്കാം, കോപ്പി അടിച്ചിരിക്കുന്നു കറക്റ്റാ പറയണമെങ്കിൽ. അതുപോലെ തന്നെ റെഡിയും കോപ്പി അടിച്ച് സെമി ബ്യൂട്ടേഡ് റെഡിയാ വെച്ചിരിക്കുന്നു. നമ്മൾ നാറ്റ് കോയിൻ കോപ്പി അടിച്ച് റെഡിയാ വെച്ചിരിക്കുന്നു. 10 കമ്പനി ആ ലിസ്റ്റിൽ ഇരിക്കുന്നു സാർ. കാരണം തന്നെ നമ്മൾ കറക്റ്റാ പോയി അതിനെ തൊടുന്നു. മാർച്ച് 2026 അവരുടെ പാക്കറ്റ് ഒന്ന് തീരുന്നു. നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി.
ഈ നാക്കോറ്റ് അപ്രൂവൽ വന്നിരിക്കുന്നു സർ. ഇപ്പോൾ വന്നത് ഒരു സ്റ്റാർട്ട് ചെയ്യും 26-ാം തീയതി ശനി വേണം ഇറക്കും. ഇന്നൊരു കാര്യം IT വന്നിട്ട് ഫസ്റ്റ് ഫേസിൽ ഇരിക്കുന്നു. ഇരിക്കുന്നതിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അകത്തിൽ അകപ്പെടണ്ട. കുറച്ച് സെറ്റിൽ ആവട്ടെ. നമ്മൾ വെപ്രാളപ്പെട്ട് അകത്ത് പോവണ്ട. അമ്മ ഒരു കാര്യത്തിന് പറയുന്നു. ഞാൻ എന്ത് പറയുന്നു എന്നാൽ അവർ പറയുന്നത് വലിയ കാശ് ഇടുന്നത് പറയുന്നത് 1, 2 എന്ന് സിംഗിൾ അടിക്കുന്നതെ കുറിച്ചാണ്. രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. ഇത് പറയുന്നു ഫീൽഡുള്ള സ്ഥലത്തിൽ തട്ടിയുണ്ട് സിംഗിൾ അടിക്കുന്നതാണ് ഞാൻ പറയുന്നു. രണ്ടിന്റെ അർത്ഥം മാറുന്നു. രണ്ടും രണ്ട് വിധമായിട്ടുള്ള ജനങ്ങൾക്ക് അല്ലേ സർ? അങ്ങനെ മനസ്സിലാക്കാം. കമസ് അങ്ങനെയല്ല. ഇൻഡസ്ട്രി എപ്പോൾ സെറ്റിൽ ആക്കുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അതാണ് അടുത്ത ചോദ്യം സർ. അതിനും ഒരു ഉത്തരവും ഇല്ല. ഇവർക്കും കാത്തുകൊണ്ടിരിക്കുന്നത് വേണ്ട അല്ലേ സർ? അതുവരെ നമ്മൾ കാത്തിരിക്കുവാണെങ്കിൽ ഒരു പക്ഷേ അത് ബൗണ്ടായി 4000-ന് പോയെങ്കിൽ എന്ത് ചെയ്യും? സമയം നമുക്ക് 1, 2, 1, 2 1 എടുത്തോണ്ടേ ഇരിക്കുക. സർ അടുത്തത് വന്നിട്ട് നിപ്പോൺ ഗോൾഡ് ബീസ്. ഇത് ലെവലിൽ 6th പ്ലേസ് വന്നിരിക്കുന്നു. ലാർജസ്റ്റ് ETF ഈ കാര്യത്തിലാണ്. നമ്പർ 1 പോകും. നമ്മളെ പോലെ ഗോൾഡ് ആരും വാങ്ങൂല. ശേഷം NSE വേറെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. മങ്ങാത്ത കളിക്കുന്നതൊക്കെ വളരെ കുറവാ ചെന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഏതായിട്ട് മങ്ങാത്ത ഒന്ന് കണ്ടുപിടിക്കുന്നു. സ്റ്റോക്കിൽ തന്നെ മങ്ങാത്ത കളിക്കുന്നില്ല. ഗോൾഡിൽ ഒരു മങ്ങാത്ത തുറന്നു വയ്ക്കാമെന്നാണ് പറയുന്നു. അതിന് ഫ്യൂച്ചർ കോൺട്രാക്ട് തരാം. അത് വന്നിട്ട് വൈരാജ നിങ്ങൾ കളിക്കാം. 10 ഗ്രാമിന് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫുള്ളി മിനിയൊക്കെ പറയുമല്ലേ സർ? അതാ ഇത് കമ്മോഡിറ്റിയിൽ സർ. അതാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഗോൾഡിന്റെ വില എന്താ? ETF കൊണ്ടുവന്നിരിക്കുന്നല്ലേ സാർ? പിന്നെ ETF അന്ന് നിങ്ങൾ ചോദിച്ചിരിക്കണല്ലേ സർ ഇത് എക്സ്ചേഞ്ചിൽ ഗോൾഡിന് എന്താണ് ജോലി എന്ന്? ETFന് ഫിസിക്കൽ ഗോൾഡ് തന്നെ ചെയ്യുന്നു. ഇപ്പൊ എന്ത് ഫിസിക്കൽ ഗോൾഡ് ഇവർ ഗോൾഡായി ചോദിച്ച് വാങ്ങാല്ലേ? എല്ലാവരും കാശ് വിടുന്നു. ഇങ്ങനടുത്തും കുറച്ച് വിട് പറയണപ്പോൾ ഇരിക്കുന്നത് സാർ. ഈ അമ്മേർ എന്ത് പറയുന്നു എന്നാൽ ഇതിൽ ക്ലാസ് കാശിനെ ഇറക്കും, STP കെട്ടും, 1 to A7 കാശ് ഇതിൽ ഉണ്ടാക്കും. ഈ സമയത്ത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നു. റിലയൻസ് കമേഴ്ഷ്യൽ ഫൈനാൻസസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഞങ്ങൾ ഇത്ര ദിവസം എന്തുകൊണ്ട് കേസ് ഇട്ടില്ല എന്ന് നോക്കുമ്പോൾ ആക്സിസ് ബാങ്കിന് 40 കോടി രൂപയ്ക്കാണ് കേസ് ഉത്തരിക്കുന്നത്. ഇപ്പൊ 8.5 കോടി രൂപയ്ക്കാണ് കേസ്. ലിസിൽ ഓണറിന്റെ മോനൊക്കെ വിട്ടുണ്ട്. പാവം ജോലിക്കിരുന്ന് ഹോൾ ടൈം ഡയറക്ടറിന്റെ മുകളിൽ അവർ ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള ബാലൻസ് ഷീറ്റ് കാണിച്ചില്ല എന്ന് പറഞ്ഞ് കേസ് ഇട്ടിരിക്കുന്നു. എവിടത്തെ ന്യായമാണ്? ഫ്രോഡ് ചെയ്യുമ്പോൾ പക്ഷെ ഇവരെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെയാണ് നമ്മുടെ ഈ ലോസ് ഒക്കെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയാ. ഈ അയോഗ്യതനൊക്കെ ഞാൻ ചെയ്യും ഈ കമ്പനിയിൽ. എനിക്കൊന്നും അറിയത്തില്ല, ഇഷ്ടത്തിനെല്ലാം ചെയ്തു എന്നൊക്കെ പറയും. നിങ്ങൾ പിടിച്ചിട്ട് പോ ഇങ്ങനെയൊക്കെ പറയും. ആക്സിസ് ബാങ്കിൽ റിലയൻസ് ഫിനാൻസ് കമേഴ്ഷ്യൽ കമ്പനി പറയുന്നത് ഇപ്പോൾ ഈ റിലയൻസ് അതായത് സെട്ടൻ ജോലി ചെയ്യുന്നു ബോസ് ഇപ്പോൾ. അതല്ല സാർ ഇപ്പോൾ നിങ്ങളെ എക്സ്പെക്ട് ചെയ്തത്? അതെ, ഞാൻ ചോദിച്ചത് വേറെ, പക്ഷെ നടന്നത് വേറെയാണ്. ചെയ്തില്ലേ എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഇപ്പൊ ജോലി നോക്കാൻ പറയുമായിരിക്കുന്നു. നന്ദി സാർ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞതിന്. ഐഷ ഈ ചോദ്യങ്ങൾ തന്നെ സാർ. അടുത്ത ആഴ്ചക്കുള്ള ചോദ്യങ്ങൾ ഞാൻ പിന്നെ ഫോളോ ചെയ്യാം സാർ. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.